ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കേരളത്തിന്റെ നിലപാട് രൂപീകരിക്കുന്നതിനായി വിദഗ്ധ സമിതിക്ക് രൂപം നൽകാൻ തീരുമാനം. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നിലപാട് രൂപീകരിക്കാൻ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ജനപ്രതിനിധികളുടെ യോഗവും കർഷക സംഘടനകളുടെ യോഗവും വിളിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. സർവകക്ഷി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ പ്രായോഗികമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്നാൽ ഇതിലും സംസ്ഥാനത്ത് ആശങ്കകളുണ്ടെന്ന് സൂചിപ്പിച്ചു. കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ശുപാർശയിൽ കേരളത്തിന്റെ 123 വില്ലേജുകളാണ് വന്നിരിക്കുന്നത്. 123 വില്ലേജുകൾ വരുമ്പോൾ അതേ സമയത്ത് 33.72% ഭൂപ്രദേശം ഇത് കവർ ചെയ്യുക. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ റിപ്പോർട്ട് നടപ്പാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഗവൺമെന്റ് അടിയന്തരമായിട്ട് നിയോഗിക്കും. ഈ നോട്ടിഫിക്കേഷൻ പഠിച്ച് ഇവിടെ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുടെ കണക്കിലെടുത്ത് നമുക്ക് ഈ കാര്യത്തിൽ എങ്ങനെ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഇതിന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതായിരിക്കും. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച കേന്ദ്രത്തിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന മുറയ്ക്ക് മലയാളത്തിലാക്കി എല്ലാ പഞ്ചായത്തുകളിലും എത്തിക്കും. പ്രതിപക്ഷ കക്ഷികൾ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി CPI മാത്രം നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. തിരുത്തലുകളോടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും യോഗത്തിൽ പങ്കെടുത്ത BJP പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഇന്ന് വിളിച്ച സർവകക്ഷി യോഗമെടുത്ത തീരുമാനങ്ങളുടെ പ്രസക്തിയെന്ത്? സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം കോൺഗ്രസ് നേതാവ് റോയ് കെ പൗലോസും തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. പരിസ്ഥിതി പ്രവർത്തക ഡോക്ടർ ലത തൃശൂരിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനു, CPI നേതാവും MLAയുമായ VS സുനിൽകുമാർ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലിലേക്ക്. ഫാദർ സെബാസ്റ്റ്യൻ, ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഉണ്ടായ ധാരണകൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് എത്രത്തോളം തൃപ്തികരമാണ്? സർവകക്ഷി യോഗം കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള പൊതുവായ അഭിപ്രായത്തിലെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരുണ്ട് എങ്കിലും ഗവൺമെൻറ്റിൻ്റെ നയമെന്താണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണ്. പരിസ്ഥിതി സംരക്ഷണ പരിപാടികളെ തീർച്ചയായും സ്വാഗതം ചെയ്യണം. അത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി കസ്തൂരി രംഗൻ കമ്മിറ്റി മുൻപോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാം സ്വീകാര്യമല്ല. അതിന് കാരണം ആ കമ്മിറ്റിയുടെ സമീപനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും ആ റിപ്പോർട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അത് ജനവാസ കേന്ദ്രങ്ങളെ അങ്ങേയറ്റം ബാധിക്കും എന്നതിനാൽ അവിടെ ജനജീവിതം അസാധ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നതിനാൽ ആ നിർദ്ദേശത്തെ ഞങ്ങൾ എതിർക്കുകയാണ്. ഗവൺമെൻറ്റും തത്വത്തിൽ ആ എതിർപ്പിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായത്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഒരുക്കണം. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. കൂടുതൽ ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വിശദമായ പഠനം ഇതിനെക്കുറിച്ച് സംസ്ഥാന തലത്തിൽ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സ്വാഗതാർഹമാണ്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ജനങ്ങളുടെ ആശങ്കകൾ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഈ 123 വില്ലേജുകളെ, അതീവ ജനവാസ കേന്ദ്രങ്ങളായ ഈ വില്ലേജുകളെ ഒഴിവാക്കണം എന്ന് തന്നെയാണ്.
റൈറ്റ്. സെബാസ്റ്റ്യൻ കൊച്ചൂരക്കൽ തിരിച്ചു വരാം ഡോക്ടർ ലതയിലേക്ക്. ഡോക്ടർ ലത, ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ജനവാസം ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ? അത്തരം ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? വളരെ ശരിയായിട്ടുള്ള ഒരു വീക്ഷണമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഇത്തരത്തിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകളായിട്ട് വരുന്നുള്ളൂ. അത് മൊത്തം പശ്ചിമഘട്ടത്തിൻ്റെ 37% ഏരിയ. ഇതിലെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഇതിൽ കുറേയേറെ ഏരിയ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയ, വൈൽഡ് ലൈഫ് സാങ്ച്വറിയോ നാഷണൽ പാർക്കോ അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റ് ഏരിയയോ ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ഏരിയ മാത്രമാണ് ജനവാസമുള്ള ഏരിയ ആയിട്ട് വരുന്നത്. ഈ 123 വില്ലേജുകൾ എന്ന് പറയുന്നത് ഇത് മുഴുവനെടുത്ത് മാറ്റിയാൽ പിന്നെ കസ്തൂരി രംഗൻ കമ്മിറ്റിയല്ല, പിന്നെ ഒരു കാര്യത്തിനും ഒരു പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ കർഷകർക്കോ അല്ലെങ്കിൽ അവിടെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നുള്ള കൺസെപ്റ്റിൻ്റെ കാതൽ എന്താണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ട ആവശ്യം ഒരിക്കൽ പോലും വരുന്നില്ല. അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് മാത്രമാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിനാണ് ഈ കസ്തൂരി രംഗൻ കമ്മിറ്റി തന്നെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ ഒരു ഡൈല്യൂട്ടഡ് വേർഷനാണ്. അത് വളരെ ഡൈല്യൂഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിലെ ബാക്കിയുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകളെ, ജനവാസമുള്ള മേഖലകളെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സംരക്ഷിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു അത് ശരിക്കും അത്രയും വലിയ ഡൈല്യൂഷനാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ പരം എന്താണ് ഡൈല്യൂഷൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റൈറ്റ് ഡോക്ടർ ലത, തിരികെ എത്താൻ താങ്കളിലേക്ക്. റോയ് കെ പൗലോസ്, യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഉയർന്നു വന്ന ജനകീയ ആശങ്കകൾ കൂടി പരിഗണിക്കാൻ വേണ്ടിയുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് ആയിരുന്നു കസ്തൂരി രംഗൻ കമ്മിറ്റിക്ക് നൽകിയിരുന്നത്. ആ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് തയ്യാറാക്കിയതും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതും. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? കസ്തൂരി രംഗൻ സമിതി ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്ന ജനവിരുദ്ധ നടപടികൾ ഒരു പരിധിവരെയും കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെടുന്ന വസ്തുതയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ആധാരമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമിതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ, ഉദാഹരണമായിട്ട് എക്കണോമിക്കലി സെൻസിറ്റീവ് ഏരിയ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അദ്ദേഹം കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡമായിട്ട് ഒരിടത്ത് പറയുന്നത് പെർ സ്ക്വയർ കിലോമീറ്ററിൽ 100-ൽ താഴെ ജനവാസം അല്ലെങ്കിൽ ജനസാന്ദ്രത ഉള്ള പ്രദേശങ്ങളെ ESIയിൽ പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 100-ന് മുകളിൽ ജനസാന്ദ്രതയുണ്ടെങ്കിൽ ESIയിൽ വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, കാർഷിക മേഖലയും അതുപോലെ തന്നെ പ്ലാന്റേഷൻ മേഖലയെയും ESIയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ ഞങ്ങൾ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും പരാതികളുണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ലത ഇവിടെ സൂചിപ്പിച്ചു, ഇനി ഇതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു അന്തസ്സത്തേക്ക് പിന്നെ എന്താണ് ഒരു കാര്യം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയും കൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യമുണ്ടായിരുന്ന മഹാഭൂരിപക്ഷം പ്രദേശങ്ങളെയും അതിൽ നിന്ന് കുറേ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ 123 വില്ലേജുകളായിട്ട് കുറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകളുടെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ടെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു, ഇനി എത്രയാ 123 വില്ലേജല്ലേ ഉള്ളൂ, കേരളത്തിൽ 1000-ലേറെ വില്ലേജില്ലേ, ഈ ഒരു വിധത്തിലാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഈ 123 വില്ലേജിൽ 48 വില്ലേജുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലാണ്. ഞങ്ങളുടെ ജില്ലയിലാകെ 64 വില്ലേജുള്ളൂ. 64 വില്ലേജ് ഉള്ളതിൽ 48 വില്ലേജുകൾ. ശ്രീ റോയ് കെ പൗലോസ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അത് പരിഗണിക്കുമ്പോൾ ആ വ്യവസ്ഥകൾ സ്വീകാര്യമാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ തന്നെ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നില്ലേ?
ജനസാന്ദ്രത 100-ലധികമാണെങ്കിൽ അത് ESIയിൽ വരില്ല. കൃഷിഭൂമിയോ മറ്റ് തോട്ടങ്ങളോ ESIയുടെ പരിധിയിൽ വരില്ല എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നുണ്ടല്ലോ. ഇല്ല, പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ ഞങ്ങളുടെ ഇപ്പോൾ ഉദാഹരണം ഉടുമ്പൻചോല നിയോജകമണ്ഡലം 23 വില്ലേജാണ്, പൂർണ്ണമായിട്ടും ESIയിൽ പെട്ടിരിക്കുന്നു. ദേവികുളം നിയോജകമണ്ഡലം 13 വില്ലേജാണ്, പൂർണ്ണമായിട്ടും ESIയുടെ പരിധിയിൽപ്പെട്ടിരിക്കുന്നു. പീരിമേട്ടിൽ 8 വില്ലേജ്, 10 വില്ലേജ്. തെറ്റിദ്ധാരണ പ്രസ്താവനയാണ്. ക്ഷമിക്കണം, ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം. ഈ 123 വില്ലേജുകൾ മുഴുവനായി ESIയിൽ വരുമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടോ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടോ പറയുന്നില്ല. ഈ വില്ലേജുകളിൽ പെടുന്ന പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാനാണ് ഈ റിപ്പോർട്ടുകളുടെ ഉദ്ദേശലക്ഷ്യം തന്നെ. ഈ വില്ലേജുകൾ മുഴുവനായും ഇതിന്റെ പരിധിയിൽ വരുമെന്ന് പറയുന്നത് തെറ്റിദ്ധാരണാജനകമല്ലേ? അല്ല, തെറ്റിദ്ധാരണാജനകമല്ല. നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഇന്ന വില്ലേജുകൾ, ഇപ്പോൾ 123 വില്ലേജുകളാണ് 2-3 ദിവസത്തിനകമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പോകുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ഇന്ന് മീറ്റിംഗിൽ പറഞ്ഞത്. അപ്പോൾ 2-3 ദിവസത്തിന് അകം ഇറങ്ങാൻ പോകുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നോട്ടിഫിക്കേഷനിൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെയാണ് വരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏതാ ഈ 123 വില്ലേജിൽ ഇടുക്കിയിൽ വരുന്ന 48 വില്ലേജിൽ അതിൻ്റെ അകത്ത് ജനവാസ കേന്ദ്രങ്ങളെയും കാർഷിക മേഖലയെയും അവിടുത്തെ പ്ലാന്റേഷൻ മേഖലയെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നിയമം ബാധകമാകുന്നത്. 123 വില്ലേജുകളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ അടിമാലി പട്ടണം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു വില്ലേജിന്റെ പരിധിയിലാണ്. അതിനർത്ഥം അടിമാലി ബസ് സ്റ്റാൻഡ്, അടിമാലി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ പറയുന്ന പാരിസ്ഥിതിക ലോല മേഖലയായി ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും പ്രഖ്യാപിക്കും എന്നാണോ? ഡോക്ടർ ലത, കേൾക്കാമെങ്കിൽ. ഹലോ. അതെ, ഇതിൽ ശരിക്കും കുറേ കൺഫ്യൂഷനുകളുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു വില്ലേജിനെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ മുഴുവൻ വില്ലേജിൽ കാടാക്കി മാറ്റുമെന്നോ അല്ലെങ്കിൽ കൃഷിക്കാരെ ഇറക്കി വിടുമോ എന്നല്ല. അത് കാടുള്ള വില്ലേജുകളെയാണ് കൂടുതലും. ഇപ്പോൾ ഈ കസ്തൂരിരംഗൻ കമ്മിറ്റിയിലാണെങ്കിൽ തന്നെയോ അല്ലെങ്കിൽ ഗാഡ്ഗിലിൻ്റെ കമ്മിറ്റിയിൽ തന്നെ, ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ വേറൊരു സമീപനമായിരുന്നു. പക്ഷേ കസ്തൂരിരംഗനിലേക്ക് തിരിച്ചു വരാം. അവിടെ ആക്ച്വലി കാടുള്ള വില്ലേജുകളാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് വാഗമൺ അവർ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം ഫോറസ്റ്റിൻ്റെ ലാൻഡ് ഇല്ല അവിടെ. പക്ഷെ അതേസമയം കാടുള്ള വില്ലേജുകളാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ കാടിന് പുറത്തുള്ള വില്ലേജുകളിൽ ആൾക്കാർ മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്നും അവിടെ മുഴുവൻ കാട് വെച്ചു പിടിപ്പിക്കണമെന്നല്ല. അവിടുത്തെ ജനങ്ങൾ കുറച്ചുകൂടി പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ കീഴിൽ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയുടെ നോട്ടിഫിക്കേഷൻ ഒരുപാട് എണ്ണം നമുക്ക് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ലഭിക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് 96 ആ കാലഘട്ടം മുതൽ ഒരുപാട് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകൾ ഇന്ത്യയിൽ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം ജനവാസമുള്ള കേന്ദ്രങ്ങളാണ്. അതിൽ തന്നെ അവിടെയെല്ലാം തന്നെ ഓരോ സെക്ടറിൽ എന്ന് പറഞ്ഞാൽ ടൂറിസം, കൃഷി, ജലവിനിയോഗം, വൈദ്യുതി, അങ്ങനെ എനർജി, ഇങ്ങനെ ഓരോ സെക്ടറിൽ എന്തൊക്കെയാവാൻ പാടില്ല, അത് ഏത് രീതിയിലാകണം എന്നുള്ളതിനെ കുറിച്ചാണ് പരാമർശം.